ഹലോ ചങ്ങായിമാരെ, അച്ചാറുണ്ടാക്കിയാൽ നമുക്കൊരു 160 കിലോ പൊളിക്കും വെജിറ്റബിൾ അച്ചാറാട്ടാ. ആദ്യം വെജിറ്റബിളെല്ലാം കട്ടാക്കി സെറ്റാക്കി ഒറ്റ ഐറ്റംസ് വെജിറ്റബിളാണ്. കൂസ എന്ന് പറയും. നമ്മളെ മദീനയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അറബിക് കൺട്രിയിലാണ്. അപ്പോൾ കൂസ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഓക്കെ, അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് എന്താക്കി വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇങ്ങനെ ചൊരിയാണ് മക്കളെ. കുറച്ചൊന്നുമല്ല, വലിയ 5 കിലോയുടെ പാക്കറ്റ് അങ്ങോട്ട് ചെരിയാണ് സംഭവം. ഇത് പെരുന്നാക്കുള്ള കച്ചവടത്തിനുള്ള അച്ചാറുണ്ടാക്കുക കേട്ടോ. ഏകദേശം 160 കിലോളം അച്ചാറുണ്ടാവും. എന്നിട്ട് അച്ചാർ പൊടി നേരത്തി വെച്ചിട്ടുണ്ട്. ഓരോന്നും പൊട്ടിക്കുക, അതിലേക്ക് ഇടുക. 350 ഗ്രാമിൻ്റെ പാക്കറ്റുകൾ തന്നെ തുരുതുരാന്ന് പൊട്ടിച്ചിട്ട് ഇടുകയാണ്. ഉള്ളിൽ എന്നില്ല മാല പോലെ കടുക്കുക കേട്ടോ. JCBയിൽ കോരാൻ മാത്രം ഉണ്ടേ, മുളക് പൊടി മലപ്പൊടികളൊക്കെ ഇട്ടിട്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് ഫുള്ള് ഇളക്കി സെറ്റാക്കുക. നല്ല ഇളക്കി സെറ്റാക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ചോ മസാലകളൊക്കെ. ഈ മസാലകളൊക്കെ ചെറുങ്ങനെ ചൂടാട്ടുമ്പോൾ കട്ട പിടിക്കും. അപ്പോൾ ആ കട്ട എല്ലാം സെറ്റാക്കി പിന്നെ എന്താക്കുക, ഒരു 10 ലിറ്റർ വിനാഗിരി ഇങ്ങനെ വലിയ ബാക്കറ്റിൽ എടുക്കുക, ഒഴിക്കുക. അത് നമ്മൾ വലിയ ക്യാന 20 ലിറ്ററിൻ്റെ ക്യാന വരുന്നുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ട് ഒഴിക്കുകയാണ് മക്കളെ. പിന്നെ അതിലേക്ക് എന്താക്കണം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അടിച്ച് ഒഴിക്കണം. നല്ല പേസ്റ്റാക്കിയിട്ട് അതിൽ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ. എന്താ പറയുക, തിരമാലകൾ. അതെന്താക്കുക, എന്നിട്ട് നല്ല ഇളക്കുക. നോമ്പർക്കാനായതുകൊണ്ട് എന്താക്കി തലയിൽ തൊപ്പിയും ഗ്ലൗസ് ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഊരി വെച്ചതാണ് നോമ്പർക്കാനായതുകൊണ്ട്. അപ്പോൾ ഒന്ന് ബെസ്റ്റ് ഒന്ന് വന്നിട്ട് ഇളക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത്. അത് കഴിഞ്ഞ് കറിവേപ്പില ഒന്ന് കടുവറവിൽ കടുക് ഉലുവ നല്ലോണം പൊട്ടിച്ച് സെറ്റാക്കിയിട്ട് അതിലേക്ക് കായ്മുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിസ്സാക്കി എടുത്തിട്ട് എന്നിട്ട് ചൂടോടെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് കൊണ്ട് ഒഴിക്കട്ടെ മക്കളെ. അന്നേരം ഒരു രസം കേട്ടോ. ആ സ്മെല്ല്, കറിവേപ്പിലയും ഉലുവൊക്കെ ചൂടാകുമ്പോൾ ആ സ്മെല്ലുണ്ടല്ലോ വേറെ ലെവലാണ്. പിന്നെ അച്ചാറൊക്കെ റെഡിയായി തണിഞ്ഞതിന് ശേഷം ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ കോരി വെച്ചിട്ടുണ്ട്. നല്ല 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്.